ചെറുപുഴയിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ DGP TP സെൻകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗോക്കടവ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി. സ്വാമി സാധു വിനോദൻ, K സജീവൻ ആറളം, രാജു ചുണ്ട, VR സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പൃഥ്വിരാജ് ചൗഹാനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഉടനെ തന്നെ പൃഥ്വിരാജ് ചൗഹാന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തു. അപ്പോൾ മറ്റൊരു ദയവും ധർമ്മവും ഒന്നും ഉണ്ടായില്ല. ആദ്യം തന്നെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തു. അതിനുശേഷം ശാസ്ത്രവിദ്യയിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കാണിക്കാനായി അസ്ത്രം കൊടുത്തു. അത് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഗോറിയുടെ ശബ്ദം കേട്ട പൃഥ്വിരാജ് ചൗഹാൻ ഗോറിക്ക് തന്നെ ആ അസ്ത്രം കൊടുക്കുകയും ഗോറിയെ വധിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ ഇന്നും ആ സ്ഥലമുണ്ട്. അപ്പൊ അതുകൊണ്ട് പൃഥ്വിരാജ് ചൗഹാൻ ഒന്നാമത്തെ തവണ തന്നെ താൻ ചെയ്യേണ്ട ധർമ്മം അത് കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ പറഞ്ഞതുപോലെ ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി മറ്റൊന്നായേനെ. ഒരു മിസ്റ്റേക്ക് മതി ഒരു രാജ്യത്തിന്റെ ഗതി മാറാൻ. എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഒരു തെറ്റ് ചെയ്താൽ മതി ഒരു രാജ്യത്തിന്റെ ഗതി മുഴുവനുമായി മാറിപ്പോയി മറ്റൊരു ഗതിയിലേക്ക് എത്താൻ. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു തെറ്റ്, അബദ്ധം നമ്മൾക്ക് ഉണ്ടാകരുത്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് നമ്മളെല്ലാം വിവിധ ജാതികളാണ്, കുറെ പേര് ആര്യന്മാരാണ്, കുറച്ച് പേര് ദ്രാവിഡരാണ്. പക്ഷേ ഏറ്റവും പുതിയ പഠനങ്ങൾ DNA ഉപയോഗിച്ച് നടത്തുന്നത് തെളിയിക്കുന്നത് അത് കേരളത്തിൽ നിന്നുള്ള ആളായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളായാലും പഞ്ചാബിൽ നിന്നുള്ള ആളായാലും ഉത്തർപ്രദേശിൽ നിന്നുള്ള ആളായാലും അവരെല്ലാം ഒരേ DNA ഭാഗം മാത്രമാണ്. അതായത് അങ്ങനെ ഒരു ആര്യൻ അധിനിവേശം ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഭാരതത്തില് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയത് ഇവിടെ ഭിന്നിപ്പിക്കാനും അതിൽ നിന്ന് മറ്റ് താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാനും ശ്രമിച്ചവർ മാത്രമാണ്. എങ്കിലും കുറെ പേർ ഇപ്പോഴും വിശ്വസിപ്പിക്കാൻ നടക്കുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പൊ 2-3 പേര് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ജാതീയത വളർത്തി ഹൈന്ദവ സമൂഹത്തെ മാത്രം ഭിന്നിപ്പിക്കാനായിട്ട് നടക്കുന്നുണ്ട്. മറ്റ് സമൂഹങ്ങളിലും ജാതീയതയുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അവർ ഒന്നിച്ചു നിൽക്കാതെ വരുന്നില്ല. അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാം. ഓരോ ഇലക്ഷനും കഴിയുന്ന സമയത്ത് വളരെ ഭിന്നിച്ചു നിൽക്കുന്ന പലരും ആ ഭിന്നിപ്പെല്ലാം മറന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുമിച്ച് വോട്ട് ചെയ്യുന്നതാണ്. അത് പക്ഷേ ഇവിടെ സംഭവിക്കാറില്ല. എനിക്ക് പറയാനുള്ളത്, അതുകൂടി സംഭവിക്കണം. എങ്കിലേ കേരളത്തിനും ഭാരതത്തിനും കൂടുതൽ ശോഭനമായ ഒരു ഭാവി ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. വന്ന് ഹോട്ടലിൽ കയറി അവിടുത്തെ TV ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അതിൽ കണ്ടു, ഇവിടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല, അതിനു പകരം ഇവിടെ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഈ പൗരത്വ രജിസ്റ്ററൊക്കെ നടപ്പാക്കേണ്ടത് ഇവരല്ല, കേന്ദ്ര ഗവൺമെന്റാണ്. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.